അങ്ങനെ ഇന്നലത്തെ നാട്ടുരാജാവ് ടാസ്ക് ഇന്നും കൂടി തുടരുകയാണ്. ഇന്ന് നാട്ടുരാജാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജിൻഡോനെയാണ്. ഒരു താക്കോലും കിരീടവും ഒരു ദണ്ടും രാജാവിന്റെ വസ്ത്രങ്ങളൊക്കെയാണ് ജിൻഡോന്റെ വേഷം. അങ്ങനെ രാജഭരണം കിട്ടിയ ജിൻഡോ ഒരുപാട് നിയമങ്ങൾ ആ ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും വെള്ളം കുടിക്കുന്ന ബോട്ടിൽ കയ്യിൽ കരുതണമെന്ന് ജിൻഡോ പറയുന്നു. രണ്ടാമത്തെ നിയമം, പരസ്പരം സംസാരിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ഹഗ് ചെയ്തിരിക്കണം. അപ്പൊ സിജോ പറയുന്നുണ്ട് സ്ത്രീകളൊക്കെ ഉള്ളതാണ്, എല്ലാവർക്കും ഹഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ജിൻഡോ പറയുന്നു ഹഗ് ചെയ്തില്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡെങ്കിലും തന്നാൽ മതി എന്ന്. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആരും കള്ളം പറയാൻ പാടില്ല എന്നാണ്. നാലാമത്തെ നിയമം എന്ന് പറയുന്നത് എന്റെ അടുത്ത് ആരെങ്കിലും സംസാരിക്കാൻ വരുന്ന സമയത്ത് കൃത്യമായ അകലം പാലിക്കണം. ആ ഒരു അകലം പാലിച്ച് നിന്ന് വേണം നിങ്ങൾ കാര്യങ്ങൾ പറയാൻ. കാരണം ജിൻഡോനറിയാം തന്റെ കയ്യിലുള്ള ചെങ്കോലും താക്കോലും ഒക്കെ എപ്പോ വേണമെങ്കിലും മറ്റുള്ളവർ പിടിച്ചടക്കാം. മറ്റൊരു കാര്യം പറയുന്നത്, ഈ ഒരു രാജസ്ഥാനം ഞാൻ ഒരുപാട് സമയത്തേക്ക് കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ടാസ്ക് തരും, അതിൽ ജയിക്കുന്ന ഒരാൾക്ക് അടുത്ത രാജാവാകാം. അങ്ങനെ ഒരുപാട് ടാസ്ക് ജിൻഡോ കൊടുക്കുന്നുണ്ട്. കുപ്പിയിൽ വെള്ളം നിറക്കുന്നതും ചെയറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടാസ്ക്. അങ്ങനെ ആ ഒരു ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ശ്രീതുവും അർജുനുമാണ്. പിന്നീട് രാജ്ഞിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ വന്നതിന് ശേഷം ഒരുപാട് വഴക്കുകൾ അവിടെ ഉണ്ടാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.